പ്രിയപ്പെട്ട അപ്പച്ചന്മാരെ, അമ്മച്ചിമാരെ, സഹോദരങ്ങളെ, കുഞ്ഞുമക്കളെ, മനുഷ്യൻ സാധാരണ ചിന്തിക്കുന്നത് ഭൗതിക സമ്പത്തുണ്ടായാൽ എല്ലാം നേടിയെന്നാണ്. ഒരിക്കലുമല്ല. ഇതെല്ലാം വിട്ട് നാം പോകേണ്ടി വരും. ഭൗതിക സമ്പത്ത് ധാരാളമുള്ള കുലീന കുടുംബത്തിലെ വിശുദ്ധ ക്ലാര നമ്മെ പഠിപ്പിക്കുന്നത് ഈ സത്യമാണ്. 1212 മാർച്ച് മാസം ഓശാന ഞായറാഴ്ച വൈകിട്ടാണ് അവൾ വീട് വിട്ടിറങ്ങിയത്. പോർച്ചുഗലിൽ വിശുദ്ധ അസീസിയുടെ ആശ്രമത്തിലെത്തി അവൾ തൻ്റെ കുലീന വസ്ത്രങ്ങൾ മാറ്റി പ്രായശ്ചിത്ത വസ്ത്രമണിഞ്ഞു, മുടി മുറിച്ചു, ചെരിപ്പുപേക്ഷിച്ചു, മാംസം വർജിച്ചു. ക്ലാര മഠം സ്ഥാപിതമായി. സ്നേഹമുള്ളവരെ, സങ്കീർത്തനം 31:14 പറയുക, കർത്താവെ, ഞാൻ അങ്ങയിൽ ആശ്രയിക്കുന്നു, അങ്ങാണ് എൻ്റെ ദൈവമെന്ന് ഞാൻ പ്രഖ്യാപിക്കുന്നു. സാരസൻ സൈന്യം ക്ലാരമഠത്തെ ആക്രമിക്കാൻ എത്തിയപ്പോൾ ദിവ്യകാരുണ്യം ഉയർത്തി ജനലിലൂടെ പ്രാർത്ഥിച്ചപ്പോൾ അവർ ഭയന്നോടി. തൻ്റെ അന്ത്യനാളിൽ 28 വർഷം വിശുദ്ധ കുർബാന മാത്രം ഭക്ഷിച്ചാണ് വിശുദ്ധ ക്ലാര ജീവിച്ചത്. നമുക്ക് വിശുദ്ധ കുർബാനയോട് ഭക്തിയുള്ളവരാകാം. ദിവ്യകാരുണ്യം സ്വീകരിക്കാൻ മടിക്കരുത്. മാത്രമല്ല, അനുദിനം ദിവ്യബലിക്കണഞ്ഞ് നമ്മെ തന്നെ ദൈവത്തിന് സമർപ്പിച്ച് ആത്മീയ സമ്പത്ത് സ്വന്തമാക്കാൻ പരിശ്രമിക്കാം. ഒരു തീരുമാനമെടുക്കാം. അലസത മാറ്റി അതിരാവിലെ ദൈവസന്നിധിയിൽ ദിവ്യബലിക്ക് നാം അണയുക. ഈ തീരുമാനം നമ്മെ സ്വർഗത്തിലെത്തിക്കും, തീർച്ചയാണ്. എല്ലാവർക്കും ഒരു നല്ല അനുഗ്രഹത്തിൻ്റെ ദിനം ആശംസിച്ചുകൊണ്ട് ഈ എളിയ ദാസി എല്ലാവരിലും വിശുദ്ധ കുർബാനയുടെ അനുഗ്രഹവും അത്ഭുതവും നിറയട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നന്ദി.